ട്രോഫി ആവേശത്തിൽ പുന്നമടക്കായൽ കൈനഗരിയുടെ വിയ്യപുരം ജേതാക്കളായി ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് നടക്കാനുള്ളത്. ഒന്നാം നമ്പർ മേൽപ്പാടം, രണ്ടാം നിരയിൽ നിരണം, മൂന്നാം നിരയിൽ നടുഭാഗം, നാലാം ഭാഗത്ത് വിയ്യപുരം എന്നിങ്ങനെ മത്സരം പുരോഗമിച്ചപ്പോൾ വിയ്യപുരം നാലാം ട്രാക്കിൽ നിരുന്ന വിയ്യപുരമാണ് ജലരാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇനി വരാനുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഓരോ സമയത്തും മേൽപ്പാടം മുന്നിൽ വരുമ്പോൾ നിരണം തൊട്ടുഭാഗത്തുണ്ട്, അതിന് തൊട്ടു മുന്നിലായി നടുഭാഗം വരുന്നു, വിയ്യപുരം വരുന്നു. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആരാണ് ജയിക്കുക എന്നുള്ളതിലെല്ലാം തന്നെ ആവേശകരമായിട്ടുള്ള ഒരു നോട്ടമാണ്. അത്തരത്തിൽ ആരാണ് മുൻപന്തിയിലാവുക എന്നുള്ളതിലെല്ലാം തന്നെ ആകാംക്ഷയിലായിരുന്നു. അതിലിപ്പോൾ വിയ്യപുരം ജലരാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഔദ്യോഗിക വരാനിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആരായിരിക്കും എന്നുള്ളതിൽ തന്നെ നമുക്ക് ഒരു നിമിഷം പോലും ഇന്ന ആളായിരിക്കും, ഒരുപക്ഷെ മേൽപ്പാടമാകാം, നിരണമാകാം, നടുഭാഗമാകാം, വിയ്യപുരമാകാം, ഇത്തരത്തിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂവായിരുന്നു. ഓരോരോ ഘട്ടത്തിലും ഓരോരുത്തരും വിയ്യപുരം മുന്നിലെത്തുമ്പോൾ അതിന് തൊട്ടു മുൻപിലായി മേൽപ്പാടം മാറുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരുന്ന ഈ ഒരു തുഴച്ചിൽ അത്തരത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു നടന്നത്. ഏറ്റവും ഒടുവിൽ വിയ്യപുരം ജയിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇനി വരാനിരിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും പുന്നമടയുടെ മണ്ണിൽ ഇതാ വിയ്യപുരം ജലരാജാക്കന്മാരായിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഫൈനലിൽ അതിവാശിയേറിയ പോരാട്ടമാണ് ഫൈനലിൽ നമ്മൾ കണ്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരായിരിക്കും ഈ കിരീടത്തിൽ മുത്തമിടുക എന്നുള്ള ചോദ്യം ഇങ്ങനെ ഓരോ സെക്കൻഡിലും മാറിമറിഞ്ഞ ആ ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾക്കൊടുവിൽ ഇതാ വിയ്യപുരം നെഹ്റു ട്രോഫിയിൽ 71ാമത് നെഹ്റു ട്രോഫിയിൽ ഇതാ വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയ്യപുരം മുത്തമിട്ടിരിക്കുന്നു. വിയ്യപുരം ആ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് അവരൊരു പക വീട്ടിയിരിക്കുന്നു, അവരൊരു മധുര പ്രതികാരം വീട്ടിയിരിക്കുന്നു. അവരുടെ 85 അവരുടെ ഹാട്രിക് സ്വപ്നങ്ങളെ തകർത്ത പള്ളാതുരുത്തി ബോട്ട് ക്ലബിന് ഇതാ അവർ മറുപടി നൽകിയിരിക്കുന്നു. ഈ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. വളരെ വാശിയേറിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷ് പോരാട്ടം എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഒരു വളരെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടാണ് വിയ്യപുരം വിജയിച്ചു കയറിയിരിക്കുന്നത്. ഏതായാലും വിയ്യപുരത്തെ സംബന്ധിച്ചത് വലിയ ഒരു വിജയം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണ വിയ്യപുരം ചുണ്ടൻ നമ്മൾ കണ്ടതാണ്. ഫോട്ടോ ഫിനിഷിൽ രണ്ടാമതായിരുന്നു. മൈക്രോ സെക്കൻഡുകൾക്കാണെന്ന് വിയ്യപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അന്ന് കാരിച്ചാൽ ചുണ്ടനാണ് വിജയിച്ചത്. അത് തുഴഞ്ഞത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇത്തവണ ആ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞത് മേലേപ്പാടൻ ചുണ്ടൻ വെള്ളമാണ്. അത് 3ാം സ്ഥാനത്തേക്കോ 4ാം സ്ഥാനത്തേക്കോ മാറിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ വിയ്യപുരം ചുണ്ടൻ കഴിഞ്ഞ തവണ ഇഞ്ചുകൾക്ക് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകൾക്ക് പെട്ടുപോയ ആ നെഹ്റു ട്രോഫി കിരീടം ഇതാ വിയ്യപുരം ചുണ്ടൻ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2025 നെഹ്റു ട്രോഫി കിരീടം വിയ്യപുരം ചുണ്ടന് വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ സ്വന്തമാക്കിയിരിക്കുന്നു. വാശിയേറിയ പോരാട്ടം. നമുക്കറിയാം നടുഭാഗം ചുണ്ടനാണ് ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും മികച്ച സമയം കുറിച്ചത്. അതിന് പിന്നാലെ നിരണമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേൽപ്പാടം 4.22 സെക്കൻഡ് കൊണ്ടാണ് വിയ്യപുരം എത്തിയത്. അങ്ങനെ വലിയ വാശിയേറിയ ഒരു പോരാട്ടമാണ് ഹീറ്റ്സിൽ നടന്നത്. അതിനുശേഷമാണ് ഈ 4 ടീമുകളെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലാണ് ഇപ്പോൾ വാശിയേറിയ ആ ഒരു പോരാട്ടത്തിൽ വിയ്യപുരം ചുണ്ടൻ വിജയായിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ആഘോഷ പ്രകടനങ്ങൾ, അവരുടെ ആഘോഷത്തിന് സാക്ഷിയാവുകയാണ് പുന്നമടയുടെ ആ മണ്ണ്. നമുക്ക് അതിലേക്ക് പോകാം.